ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ന്യൂസിലൻഡിലേക്ക് സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒരുപാട് ആവശ്യമാണ്. ഇത് ഗവൺമെൻറ് നേരിട്ട് കൂടി നടത്തുന്ന ഒന്നാണ്. ഈ വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റാണ്. ന്യൂസിലൻഡിലേക്ക് സെക്കൻഡറി സ്കൂൾ ലെവൽ ടീച്ചേഴ്സിനെ ഒരുപാട് ആവശ്യമുണ്ട് എന്ന്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പരിചയത്തിലോ ബന്ധുക്കളോ ഒക്കെ സെക്കൻഡറി സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആർക്കെങ്കിലുമൊക്കെ ഇത് ഒന്ന് ഉപകാരമായിക്കൊള്ളട്ടെ. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു പുതിയ പ്രഖ്യാപനമുണ്ടായത്. സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അവർക്ക് നേരിട്ട് സ്ട്രെയിറ്റ് ടു റെസിഡൻസ് പാത്വേ പ്രകാരം ന്യൂസിലൻഡിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓർക്കണം, നേരത്തെ ഇത് സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് അത്രയ്ക്ക് അക്യൂട്ട് ഷോർട്ടേജ് ആയതുകൊണ്ടാണ് അവരെ നേരിട്ട് റെസിഡൻസി പെർമിറ്റോട് കൂടി തന്നെ ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ന്യൂസിലൻഡിലേക്ക് റെസിഡൻസി പാത്വേ പ്രകാരം തന്നെ മൂവ് ചെയ്യാവുന്നതാണ്. അവർ ഇവിടെ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസോ അതുമല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞേ അവർക്ക് റെസിഡൻസി പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ കഴിയൂ, അങ്ങനെയുള്ള നിയമങ്ങളൊന്നും തന്നെയില്ല. ഈ വർഷം മെയ് മാസത്തിൽ, അതായത് അടുത്ത മാസം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഓൺലൈൻ വഴി ജോബിന് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരു സ്കൂൾ അക്രഡിറ്റഡ് എംപ്ലോയർ ജോബ് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റായി റെസിഡൻസ് പെർമിറ്റോട് കൂടി ന്യൂസിലൻഡിലേക്ക് എത്താൻ കഴിയും. വളരെ മനോഹരമായ അട്രാക്റ്റീവ് കവർ ലെറ്റർ, അതുപോലെ തന്നെ നിങ്ങളുടെ CV, എക്സ്പീരിയൻസ്, ഇതൊക്കെ ന്യൂസിലൻഡിലേക്ക് എന്താണോ വേണ്ടുന്നത് ആ ഫോർമാറ്റിൽ തന്നെ വേണം പ്രിപ്പയർ ചെയ്യുവാൻ. അല്ലാതെ ഒരേ CV എല്ലാ സ്ഥലത്തും ഒരുപോലെ അയച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ വെച്ച് ന്യൂസിലൻഡിൽ ടീച്ചേഴ്സിൻ്റെ ഒരുപാട് ഷോർട്ടേജാണ് ഉള്ളത്. കാരണം ഒരുപാട് പേർ ഓസ്ട്രേലിയയ്ക്കും അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലേക്കും നല്ല സാലറിയും ഇതിൽ കൂടുതൽ സാലറിയും ബെനിഫിറ്റുകളും നോക്കി പോയി. അതുകൊണ്ടാണ് ഇത്രയും വേക്കൻസി അവിടെ പെട്ടെന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് എന്ന കാറ്റഗറി ഗ്രീൻ ലിസ്റ്റിൽ നിന്നും റെസിഡൻസി ടു പാത്വേയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്നുമൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള സെക്കൻഡറി ടീച്ചേഴ്സിന് ന്യൂസിലൻഡിലേക്ക് എത്താൻ ഏറ്റവും നല്ല ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇമിഗ്രേഷൻ ന്യൂസിലൻഡിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സബ്ജക്റ്റുകൾ ഏതാണ്, അതനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യുവാൻ. പലരും പറയും, ഞങ്ങൾ ഒരുപാട് തവണ അപ്ലൈ ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. അപ്ലൈ ചെയ്തു മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്യുക. കാരണം ഇപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ് മറികടക്കുവാൻ ഗവൺമെൻറ് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഗ്രീൻ ലിസ്റ്റിൽ നിന്ന് മാറ്റി റെസിഡൻസി ടു പാത്വേയിലേക്ക് മാറിയത്. ഗ്രീൻ ലിസ്റ്റിലും മറ്റും ഇവിടെ എത്തിയ ടീച്ചേഴ്സ് 2 വർഷം ഇവിടെ താമസിച്ചതിന് ശേഷം മാത്രമായിരുന്നു റെസിഡൻസ് പെർമിറ്റ് എടുത്തതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിയമം വരുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങണം, ജോലി കണ്ടുപിടിക്കണം. നല്ല സ്കൂളുകൾ, നല്ല ലൊക്കേഷനുകൾ, അതൊക്കെ നോക്കി അവിടെ എന്താണ് ഏറ്റവും നല്ല ഡിമാൻഡുള്ള സബ്ജക്റ്റ് അതൊക്കെ നോക്കി അത് പഠിപ്പിക്കുവാൻ നിങ്ങൾ ഏബിൾ ആണോ, അതിനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യുവാൻ. സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു നല്ല ചാൻസാണ്. ഈ അവസരം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം. കാരണം ഇത് തുടങ്ങുന്നത് തന്നെ ഈ മെയ് മാസം മുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിന് ട്രൈ ചെയ്ത് കൊടുക്കുക, കണ്ടുപിടിക്കുക. ഒരുപാട് വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, അവർക്ക് ആവശ്യത്തിനുള്ള ആളുകൾ ആയിക്കഴിഞ്ഞാൽ ഇത് അവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇവിടുത്തുള്ള നിയമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു നിയമമെത്തും, അന്ന് തൊട്ട് അത് പ്രാബല്യത്തിൽ വരും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ അത് നിർത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുക. ഇവിടെയുള്ള എല്ലാ സൈറ്റുകളിലും, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇമിഗ്രേഷൻ സൈറ്റുകളും അതുപോലെ തന്നെ അഡ്വൈസറായിട്ടുള്ള ലോയേഴ്സ് ഉണ്ട്, ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് ഇവിടെ കിട്ടും. അതൊക്കെ നിങ്ങൾ തപ്പിയെടുത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണം. എന്നിട്ട് മാത്രമേ എടുത്തു ചാടാവൂ. അതുപോലെ തന്നെ ഈ ചാൻസ് നിങ്ങൾ ഉപയോഗിക്കുക, അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വരുന്ന പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളെ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.